കാക്കോ എണീക്ക്, ഏരായി. ചായ ഉണ്ടാക്കണ്ടേ? വേഗം എണീക്ക്. ഏരായാ? എത്ര പെട്ടെന്ന്? ഓ ഏരായി. ഇന്നത്തെ സുബൈ പോയല്ലേ, ഇത്ര ലേറ്റ് ആയി പോയ? നിങ്ങൾ ലേറ്റായി കിടന്നിട്ട് എഡിറ്റൊക്കെ ചെയ്ത് എനിക്ക് വയറുവേദനാന്ന്, കാല് കടിയുന്ന. നിങ്ങൾ ചായ ആക്കണം. ഓ, ചായ ആക്കുന്ന പ്രശ്നമല്ല. എന്നാ ഇന്ന് ഉണ്ടാക്കുക? ഇന്ന് ആട്ടപ്പത്തിരി ഇടാം. ആട്ടപ്പത്തിരി ഇപ്പം വേഗം ആകുന്ന സാധനം? അതല്ലേ നിങ്ങൾക്ക് വേഗം അറിയാലോ. ഓ, നിങ്ങൾക്ക് അപ്പൊ മോളെ ഒരു ഹെൽപ്പ് ഉണ്ടാവൂല എന്നാ? അങ്ങനെ വരട്ടെ. അത് സാരമില്ല, ആയിക്കോട്ടെ, അത് ഞാൻ ആയിക്കോളും. നീ സൈക്കോളജിക്കലായിട്ട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കണ്ട. പിന്നെ ആട്ടപ്പത്തിരിക്ക് കറി എന്തേണ്ട ഇവിടെ? മീൻകറി ഉണ്ടാ? ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും ആട്ടപ്പത്തിരി പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആട്ടപ്പത്തിരി നമുക്ക് പിന്നെ നല്ല തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാം. തേങ്ങ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് കറിയില്ലാണ്ട് കഴിക്കാം അല്ലേ? അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതിന്. പിന്നെ ആണുങ്ങൾക്കൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. മാത്രമല്ല രാത്രി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാവുമല്ലോ, അത്തരം ആളുകൾക്ക് ചപ്പാത്തി തന്നെ കഴിച്ച് ഒന്ന് മാറ്റിപ്പിടിക്കണം എന്ന് തോന്നിയാൽ ആട്ട കൊണ്ട് കുറച്ച് കട്ടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ, കുറേ ഒന്നും കഴിക്കണ്ട അല്ലേ? ഞാൻ പണ്ട് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് 6 ചപ്പാത്തി ഒന്നും അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല അല്ലേ? നല്ല തടിയാ, ഫുഡൊക്കെ കുറക്കണം. ഇനി 3 നേരം ചപ്പാത്തി ആക്കിയാലോ എന്നാ? എന്താ ഇഞ്ച അഭിപ്രായം? ഞാനില്ല, നിങ്ങള് ചപ്പാത്തി. ഓ, എനിക്ക് ചപ്പാത്തിയെ ഇഷ്ടമല്ല. ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാമല്ലോ കുക്കിങ്. ഞാൻ പല്ല് വെച്ച് വരാം കേട്ടോ. ആയിക്കോട്ടെ. എന്തായാലും ഇന്ന് ഇങ്ങനെയല്ല ആയി. അങ്ങനെ ഗൈസ്, ഞാൻ പല്ലും തേച്ച് ടീഷർട്ട് അങ്ങ് മാറ്റിയതാണ് കേട്ടോ. ആ ടീഷർട്ട് ഇട്ടിട്ട് ഭയങ്കര വയറ് ചാടിയ പോലെ തോന്നുന്നു ഇല്ല പിന്നോ? രാത്രി ഇടുന്നാലേ അത് ഉറങ്ങുമ്പോൾ ഇടുന്ന ടീഷർട്ടാ. എന്തായാലും ഇപ്പോൾ ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു കാളിച്ച വയറ്റിൽ ഒരു പയാങ് നിന്നാലോ? എനിക്ക് വേണോ? എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പിട്ട് ഏകദേശം കട്ടൻ ചായയോ 2 ബിസ്ക്കറ്റെല്ലാം തിന്നു. നമുക്ക് അങ്ങനത്തെ ഒരു ശീലമില്ലാലോ അല്ലേ? ചായ അധികം അങ്ങനെ കുറെ കുടിക്കുന്നത് നല്ലതല്ല. പിന്നെ നിങ്ങൾക്ക് ചായ കാണാമല്ലോ, അല്ലെ അന്നപ്പം വെള്ളയെ കുടിക്കാവോ ഭക്ഷണത്തിൻ്റെ ഒപ്പം. ചായ അധികം കുടിക്കാൻ പറ്റൂല, നല്ലതല്ല. വേണ്ടായിട്ടാ. ഇതെപ്പം വെച്ചതാ? മുരിങ്ങക്കായ് ഒഴിച്ചതിൻ്റെ. കാണുന്നവരറിയൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാണ്. ഇവിടെ ഇരുന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാണെന്ന്. അങ്ങനെ ഒന്നും ആരും വിചാരിക്കൊന്നുമില്ല. എല്ലാവർക്കും ഇന്നെയും അറിയാം എന്നെയും അറിയാം. അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല അല്ലേ? രാവിലത്തെ ഫുഡ് ആണ് നമുക്കൊരു റിസ്ക് അല്ലേ? ഉച്ചക്കത്തെ പിന്നെ പ്രശ്നമില്ല. രാവിലെ എണീച്ച പാട് എന്താക്കും. പണ്ട് ഉമ്മയല്ല ഇങ്ങനെ ചോദിക്കുന്നത്, നാളെ എന്നാ ഫുഡിനാക്കുക. അപ്പോൾ ഞാൻ പേരിക്കും എന്തെങ്കിലും ആക്കിയാൽ പോരെ, എന്താ ഉമ്മ ഇങ്ങനെ ടെൻഷനാണെന്നാണ് വിചാരിച്ചിട്ട്. ഇപ്പം മനസ്സിലായ അതിൻ്റെ ഒരു പ്രശ്നം. ശരിക്കും പറയാ ഇനി ആടെ ഇരുന്നിട്ട് ഇനി കാണുന്നില്ല കേട്ടോ. ഇവിടെ ഇരിക്കും, ആ ഫ്രിഡ്ജിൻ്റെ അടുത്തിരുന്നു. അവിടെ ചാരി അവിടെ ഇരുന്ന ഫ്രിഡ്ജിൻ്റെ അടുത്ത്. എന്താ നല്ല സുഖമായില്ലേ? ക്യാമറ ആയാലും കാണാം. അല്ല ഇത് എവിടെയുള്ള പിന്നെ തേങ്ങ ഇരണ്ടുന്നേ? ഓ, ആട്ടപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിൽ ഉണ്ടാക്കാന്ന്. തേങ്ങ ഇട്ടിട്ടും ഉണ്ടാക്കാം, തേങ്ങ ഇടാണ്ടും ഉണ്ടാക്കാം കേട്ടോ. നമ്മളിതിപ്പോൾ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ കറിയില്ലെങ്കിൽ അതിങ്ങനെ കടിച്ച് തിന്നാട്ടോ. ഓരോരുത്തരെ മൈൻഡ് പോലെയാണ്. എനിക്ക് കറി വേണ്ട, ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് കഴിക്കലുണ്ട്. എന്നാലും കറി ഉണ്ടെങ്കിൽ ഒരു രസമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ ഇരണ്ട അല്ലേ?
ചിരണ്ടി തരണോ? ഓ മണ്ട. ആ ചിര വാങ്ങിയതിന് ശേഷം ഭാഗ്യമുണ്ട്. എന്താ? എനിക്ക് തേങ്ങ എന്താണ്ടിയാണെന്നില്ല. ഒരു വട്ടം റൈമ് ചിരണ്ടി തന്ന്, ഒരു വട്ടം നിങ്ങള്. അത് ഉദ്ഘാടനം ചെയ്തവരുണ്ടായിട്ട. ഓ ഞാൻ ചെയ്തിനെങ്കിൽ ഞാൻ തന്നെ ചെയ്തിട്ട്. ഇന്ന് അവളെ വെറുതെ വിട്ടാന്ന് വെച്ചാല് സുഖമില്ലാന്ന് പറഞ്ഞോണ്ടാ. അല്ലാണ്ട് തേങ്ങ ഞാനല്ല ചിരണ്ടി തരല് വിട്ടുവിടുമ്പോ. അതൊക്കെ ആദ്യം തേങ്ങ ചിരണ്ടെന്ന് അറിഞ്ഞൂടെ? ഞാൻ തേങ്ങ ചിരണ്ടി നടുവെന്ന് മാത്രമേ ഇതിനും വരൂ, സൈഡിലല്ല അവിടെ ഉണ്ടാകും. സൈഡിൽ ആദ്യം ചിരണ്ടണ്ട്, എല്ലാ സൈഡും ഇങ്ങനെ റൗണ്ട് ചിരണ്ടി. റിസ്വാന മാഡത്തിന്റെ ക്ലാസ് കിട്ടിയതിന് ശേഷം അതൊക്കെ ഒന്ന് പഠിച്ച്. ഓ നിങ്ങൾ പിന്നെ എങ്ങനെയാ പഠിച്ചേ? എന്ത് തേങ്ങ ചിരണ്ടിട്ടാ? അതാ പറഞ്ഞേ, എനിക്ക് ക്ലാസ് കിട്ടിയിട്ടാ പഠിച്ചത്. ഞാനും ചെറിയപ്പോ നടു വാങ്ങിച്ചിട്ടുണ്ട്, അതിനെല്ലാം മൂർച്ചുണ്ട്. നല്ല മെല്ലെ ആക്ക, എനിക്ക് പേടി അതിനോട്. ആദ്യത്തെ മാറ്റിയതിന് ശേഷം അതിനൊരു ഇതായി ശീലായി വരണത്. തേങ്ങ കുറച്ച് അധികം ഉണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മാക്സിമം തേങ്ങാ പൂളൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളാട്ട് തേങ്ങാ പൂള് എന്ന് പറയും, ഇവിടെ നിന്ന് പറയും തേങ്ങ കൊത്തല്ലേ. എന്നാ പറയാ? നീ പേടിക്കണ്ട, പറഞ്ഞോ. എനിക്കൊരു പേടിയായി ഇപ്പോഴൊക്കെ എങ്ങനത്തെ ഒക്കെ പറയാൻ. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്ക് പറയാൻ അറിയൂല. കൊടുവള്ളി എന്നാ പറയാ അതിന്? കൊടുവള്ളി തേങ്ങാ പീരാന്നാ? തേങ്ങാപ്പീരയൊന്നും പറയൂല, ഒക്കെ വടകര ഭാഷ. അതെന്നാ തേങ്ങാ പീരാന്ന് പറഞ്ഞാ? അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ. തേങ്ങാപ്പീരേ അങ്ങനെ തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് ഇനി ചിര എടുത്ത് വെക്ക്. ഉപയോഗം കഴിഞ്ഞ സാധനമൊക്കെ എടുത്ത് മാറ്റൂ. ഇതാ ചിരട്ടക്ക് കിലോന് എവിടെയെങ്കിലും ചിരട്ട ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണ് കേട്ടോ. എവിടെങ്കിലും അത് ശരിയാ, തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് മോനെ ഒരാൾക്ക് ചിരട്ട ഉണ്ടായിരുന്നു, ഇനി വരുമോ എന്ന് ചോദിച്ചാൽ ഒരു കൊറിയർ അയച്ചോട്ടെ. നമുക്ക് എല്ലാ ജില്ലയിലും പോയിട്ട് ആക്രി എടുക്കണം ഇനി. എന്താ ഇനിയും പോരി? അവിടെ റൂം എടുത്ത് കൂടുക, എടുക്കുക. ഞാൻ ഈ സ്പൂണിലാണ് കേട്ടോ അളവെടുക്കല്. അതായത് അളവ് പിട്ടിനാണെങ്കിൽ ഞാൻ ഒരു കുറ്റിക്ക് ഇത് എന്നുള്ളതാണ് കണക്ക്. ഇത് നമുക്ക് പിട്ടിനാണെങ്കിൽ ഒരു കുറ്റി ഒരു കരണ്ടി എന്നുള്ളതില്ല. ഒരു കുറ്റി 1.25 അങ്ങനെ, ഒരു 4 സ്പൂൺ ഇട്ടാൽ 3 കുറ്റി എന്നുള്ളതില്ല. പിന്നെ ഈ ആട്ട എടുക്കുമ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ചാൽ കുറച്ച് അധികമായി പോയാലൊന്നും പ്രശ്നമില്ല, നമുക്ക് 10ൻ്റെ വലിപ്പം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ചിലർക്ക് ചെറിയതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വലിയതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതിനൊരളവ് അങ്ങനെ കുറച്ചങ്ങ് എടുക്കുക. ഇനി ഇതാ ആട്ടപ്പൊടീൻ്റെ അകത്ത് ലേശം ഉപ്പ് ചാലിക്കുക. ലേശം പൊടിയുപ്പ് ഇങ്ങനെ വിതറുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ച തേങ്ങയും ഇടുക. തേങ്ങ കൂടിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു അരമുറി തേങ്ങയാണ് ഞാനെടുത്തത്. എന്നിട്ട് അതിലേക്ക് പച്ചവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സംശയം ഉണ്ടാവും കാക്കേ, പച്ചവെള്ളം പാർന്ന് കുഴച്ചാലേ തിന്നാനാവോ? നല്ല ഹാർഡായിട്ടല്ല ഉണ്ടാകാൻ, കട്ടി. പക്ഷെ നമ്മൾ നല്ല ഇതുണ്ടാവല്ലേ. പക്ഷെ വെള്ളം പാർന്ന് നല്ലോണം കൂടെ കുഴച്ചെടുത്താൽ. ചൂടുവെള്ളം പാർന്ന് കുഴക്കാവെന്ന് എനിക്കറിയില്ല. ചൂടുവെള്ളം ഞാൻ പച്ചവെള്ളം പാർന്നാ കുഴക്കല്. അങ്ങനെ ഉറപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ വെച്ചാൽ എന്ത് സാധനം ഉണ്ടാക്കി കുറേ നേരം വെച്ചാൽ അതിൻ്റെ ഘടന മാറുമല്ലോ. ഇപ്പം പിട്ടാണെങ്കിലും രാവിലെ ഉണ്ടാക്കി 2-3 മണിക്കൂറൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അത് കുറച്ച് കട്ടിയാവും. നമ്മൾ ഉണ്ടാക്കി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് കഴിച്ചാൽ ഏത് സാധനവും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇല്ലേ? അപ്പം നമുക്ക് ഇതിൽ ചൂടുവെള്ളം പാർന്നിട്ട് നല്ലോണം കുഴക്കുക കേട്ടോ. പച്ചവെള്ളം, സോറി, ഇനി കൺഫ്യൂഷൻ ആക്കിയിട്ട് പച്ചവെള്ളം പാർന്നിട്ട് കുഴക്കുക.
വീഡിയോൻ്റെ ലെങ്ത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇത് ഉണ്ടാക്കാൻ അത്ര സമയമൊന്നും വേണ്ടേ, സംസാരിച്ച് പറയുന്നതുകൊണ്ട് ഇങ്ങനെ 5 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. മാർവാടികളൊക്കെ ഉണ്ടല്ലോ 3 നേരവും ഇത് തന്നെ ചപ്പാത്തി, ചോറ് എന്ന് പറയുന്ന സാധനം ഒരു കഴിക്കൂല. എന്താ അങ്ങനെ ജീവിച്ചോന്നാ? ചോറ് കഴിച്ചിട്ടില്ല, അത്രയും നല്ലതാ, തടി കുറേ. എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്തേരോ നല്ല പേടിയായിരുന്നു. ഷുഗർ ഉണ്ട് ചോറ് തിന്നാൻ കഴിയൂലേ? അല്ല എനിക്ക് എല്ലാ നേരവും വേണോ, അല്ല തിന്നുമ്പോ എനിക്ക് ഒരു നേരനായാലും ചോറ് കിട്ടണം. ഇങ്ങനെ ഉരുണ്ട് വന്ന് കിട്ടാ കൈമേൽ ഇങ്ങനെ പറ്റി പിടിക്കുന്ന ഒരു സീന. അത് ചിലരം പറ്റി പിടിക്കും, ചിലരം പറ്റി പിടിക്കില്ല. വെള്ളം കൂടിപ്പോയതാണെന്ന് അറിയില്ല, എന്തുകൊണ്ടാണ് പറ്റി പിടിക്കുന്നത് എനിക്കറിയോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് ഇത്രയേ ഉള്ളൂ. കുഴച്ച് കഴിഞ്ഞ് ഇനി കല്ല് വെക്കുക, ചുടുക, അവളോതാ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ചുടൽ തുടങ്ങാം അല്ലേ. നമ്മൾ ഈ ഫ്രൈ പാനിലാണ് കേട്ടോ ഇത് ചുടുന്നത്. നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ച് അതൊന്ന് ചൂടാട്ടെ. ഇതൊന്നും ഭയങ്കര സംഭവമല്ല, ഇതെല്ലാം വലിയ സംഭവം പോലെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ, എന്നാലും ഒരാളെങ്കിലും ഇതറിയാത്തവർ കണ്ടാൽ അല്ലേ ഓൽക്കൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ മലബാർ ഫുഡുകൾ വേറെ, ഈ അങ്ങോട്ടേക്ക് വേറെയാണല്ലോ, കൊല്ലം തിരുവനന്തപുരം ഓല ഫുഡുകൾ വേറെയാണല്ലോ. അവിടെയുള്ള ആളുകളൊക്കെ ആരെയും കാണുന്നുണ്ട്, ഒരു ഉപകാരം ആയിക്കോട്ടെ അല്ലേ. പിന്നെ ഗൾഫിലൊക്കെ ഉള്ളത് പെട്ടെന്നൊക്കെ അല്ലേ. അതെ, അങ്ങനെ പണിക്കൊക്കെ പെട്ടെന്ന് ഒരു ഫുഡ് ഉണ്ടാക്കി സാധാരണ അതെ സാധാരണ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യുക കേട്ടോ ചെയ്യുക. അതൊരിക്കലും ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെപ്പോഴും കഴിക്കണം. ഈ ഗ്ലാസ് വെള്ളം എടുത്ത് എന്തിനാണെന്നറിയോ, ഇങ്ങനെ നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ തേക്കാണ്ടും ചൂടാം. കാരണം സാധാരണ ഈ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ കഴിക്കുന്നവർക്ക് എണ്ണ ഇല്ലാണ്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എണ്ണ ആക്കുന്നില്ല കേട്ടോ, എണ്ണ ആക്കാണ്ട് തന്നെ ഇത് ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിൻ്റെ അതേ ഇതിൽ തന്നെ. പിന്നെ ഈ തേങ്ങയും അങ്ങനെ ഡയറ്റ് നോക്കുന്നവർക്ക് ഒഴിവാക്കാം, തേങ്ങ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. തേങ്ങയും എണ്ണേൻ്റെ സീൻ തന്നെയാണ്, ഡയറ്റിന് നല്ലതല്ല എന്ന് പറയുന്നത് കേൾക്കാം. ഈ ഉരുള ഇങ്ങനെ എടുത്തിട്ട് ഇതിലങ്ങനെ വെക്കുക, കയ്യിൽ വെള്ളം ഇങ്ങനെ കൈ നോക്കണം കേട്ടോ, ഇങ്ങനെ ഇതാക്കുമ്പോൾ കൈ പൊള്ളാണ്ടാക്കി എടുക്കണം കേട്ടോ. ഇനി ആക്കണ്ട, ഈ സാധനം ഇവളെ കൊണ്ട് ഉണ്ടായിപ്പിച്ചുകൂടാ, നോക്കത് ഇഷ്ടവും ഇല്ല. പത്തിരിയാണ് ഇഷ്ടം അല്ലേ? പത്തിരി, മസാല ദോശ, മക്രോണി, കുഞ്ഞിപ്പത്തിരി. കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്ന ദിവസം കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നതാ, അത് മെനക്കേടാവോളെ. അതിൽ വെള്ളം എടുത്തിട്ട് ലേശം വെള്ളം അങ്ങ് തൂത്തു പോകും നാടാ. നമുക്ക് കുറച്ച് വീതിയുള്ള അതിലെടുത്തതാ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഡെവറയിലെടുത്ത മോനെ. ഏത് ഡെവറ? ഡെവറ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള ഡെവറകളില്ലേ, വലിപ്പമുള്ള. തീമാണ് ലേശം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം സിമ്മാക്കണ്ട, സിമ്മാക്കി ഇത് പെട്ടെന്ന് വേഗം വേകുന്ന സാധനം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഫ്രൈ പാനിൽ സ്റ്റീലിൻ്റെ ചട്ടകം ഉപയോഗിക്കരുത് മോനെ എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ വളരെ കെയറായിട്ട് ഉപയോഗിച്ചതാണ്, അത് വളരെ ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ടതാ. ഇതാ ഇത്രയേ ഉള്ളൂ ആട്ടപ്പത്തിരിൻ്റെ കാര്യം. ഇനിയിപ്പോൾ കറിയും വേണ്ട ഒന്നും വേണ്ട, കടിച്ചങ്ങ് തിന്നങ്ങ് പോവാ പണിക്ക്, അത് തന്നെ അല്ലേ. അല്ലാണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അഡീഷണലായിട്ട് വെപ്പിച്ചതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം അല്ലേ അന്നോ? വെളിച്ചെണ്ണ ഐറ്റംസ്, ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ, കടുക്, ഉലുവ, അത് തന്നെ ഒക്കെ ഇവിടെ അങ്ങ് വെച്ചിക്ക്. ഇനി വേറെ എന്തെങ്കിലും കിച്ചണിൽ വെക്കുവാനുണ്ടോ?
ഇഞ്ചി ഒരു ഫോട്ടോ വരച്ചാല് ചുമരിൻ്റെ മുകളിൽ. അതല്ല ആടെ വിചാരിക്ക ചെറിയൊരിത് വെച്ചാല് എടാ ഫോൺ ഇങ്ങനെ അവിടെ കുടുക്കി വെച്ചിട്ട് വീഡിയോ എടുക്കാം. അയ്യടാ ഇനി പാവം കൂടി ഉണ്ട്. നിങ്ങൾ കാറിന്റെ ഇവിടെ വെച്ചില്ലേ ക്ലാസിന്റെ അവളത്തെ ഒരു ക്ലാമ്പ് വെക്കുവാനാ. കഥ പറഞ്ഞു തന്നു. ഇത് കരിയുന്നുണ്ടോ ലേശം അങ്ങ് തീ ഫുള്ളിടണ്ട. തീ സിമ്മ് പോലെ ആക്കിയേക്ക് അധികം. പിന്നെ ഈ പ്ലേറ്റിൽ ഇടാണ്. ഇതിലിടണ്ടിയ പ്ലേറ്റ് കിട്ടാ. പ്ലേറ്റ് ഇട്ടോ ഞാൻ ഇപ്പൊ വരാട്ടോ. ഇങ്ങനെ പോവാ. അപ്പോൾ ഒരു 10 രൂപ കിട്ടോ. ആടെ എവിടെയും കറുത്ത കുത്തുള്ള നിങ്ങൾ നോക്കണ്ട. ഞാൻ അങ്ങനെ ആടെ എവിടെയും കറുത്ത കുത്ത് വരുവാൻ വേണ്ടിയിട്ട് ലേശ സമയം അവിടെ വെച്ചതാട്ടോ. ഇപ്പം നല്ല രസമില്ലേ കാണാൻ. ഫുള്ള് വെള്ളയായ ഒരു മജ ഉണ്ടാവില്ല കാണാൻ. അതുകൊണ്ടാക്കിയതാട്ടോ. അല്ലാണ്ട് കരിഞ്ഞ ഇതൊന്നുമല്ലേ. കൈവർച്ചയിൽ നനച്ചിട്ട് എടുത്താൽ മതി, എന്നാൽ ഒട്ടി പിടിക്കൂല. ഓക്കെ, എന്നിട്ട് സെയിം പ്രൊസീജിയർ ഇങ്ങനെ വെക്കുക, പരത്തുക. കൈ പൊള്ളാണ്ട് നോക്കണം കേട്ടോ. പിന്നെ കെയർ ചെയ്യണം. ഫ്രൈ പാൻ അങ്ങ് തെറിച്ചൊന്നും പോവാത്ത രീതിയിലാക്കണേ. അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നമ്മൾ ആട്ടപ്പത്തിൽ റെഡി ആയിട്ടോ. ഓക്കെ, അങ്ങിങ്ങായിട്ട് ചെറിയൊരു കറുത്ത കുത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് കരിഞ്ഞു പോയതൊന്നും അല്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? എന്തായാലും ഇനി കറിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിച്ചങ്ങ് തിന്നോ. അതായത് പെട്ടെന്ന് ജോലിക്ക് പോകേണ്ട ആൾക്കാർ ടക്ക് ഉണ്ടാക്കി ടക്ക് കഴിച്ച് നിങ്ങൾ പോകും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആണുങ്ങളോടാണ് പറയുന്നത്. ഇപ്പോൾ ലേഡീസ് ആയാലും കുറച്ച് ലേറ്റായി എണീച്ചാൽ പെട്ടെന്ന് എന്തുണ്ടാക്കും, നേരം വൈകിയല്ലോ, ഇപ്പം എന്ത് ഉണ്ടാക്കുക എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുണ്ടാക്കാം. ഓക്കെ, കറി ഉണ്ടെങ്കിൽ ഉഷാറ്, ഇല്ലേ കുറച്ച് ചട്നി മതി. അല്ല ചമ്മന്തി, ചട്നി അല്ല, റിസ്ക് അല്ല, അതിനെല്ലാം സമയം പിടിക്കൂലേ. ചമ്മന്തി ആയാലും മതി. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പിന്നോ ഇങ്ങോട്ട് ഉള്ളത് ആയിട്ടോ. കയ്യഴിക്കെന്നാൽ അങ്ങനെ നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. എന്നാൽ പിന്നെ വേറെന്നാ ഞാൻ പറയാനുണ്ടാ? ആട്ടപ്പത്തിൽ എന്നിട്ട് ഉഷാറാക്കി വാവ് സൂപ്പർ എന്നുള്ളൊരു ഡയലോഗ്. നമ്മളെ ഒരു ഗുഡ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധനം എടുക്കാനുള്ള ഭയങ്കര സന്തോഷം. അതിൻ്റെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വണ്ടി ഏതാണ്, ഏത് വണ്ടിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളതല്ലേ. എന്നാൽ എല്ലാവരോടും പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.